നൊയമ്പുകാലം 4-ാം വാരം ഞായർ. തിരുവചനം. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാം തിരുവചനം. യേശു മറുപടി നൽകി, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തം അല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ ഇരുട്ടായി മാറുന്നത്, നാം കാഴ്ച കുറഞ്ഞവരായി മാറുന്നത് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമ്മളിൽ നിറവേറുന്നതിന് വേണ്ടിയാണ്. സാവുൾ പൗലോസായി മാറുന്നതിന് മുമ്പ് അദ്ദേഹം കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് വീണു. കാഴ്ച നഷ്ടപ്പെട്ടു. കൈക്ക് പിടിച്ച് മറ്റുള്ളവർ അദ്ദേഹത്തിന് സുപരിചിതമല്ലാത്ത വഴികളിലൂടെ നടത്തിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ സാവുൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അനനിയാസിൻ്റെ കൈവയ്പ് പ്രാർത്ഥനയ്ക്ക് ശേഷം സ്നാനം സ്വീകരിച്ചപ്പോൾ സാവുൾ പൗലോസായി മാറി. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ സാവൂളിൽ നിറവേറി ഇരുട്ട് വെളിച്ചമായി. ഇന്നത്തെ സുവിശേഷത്തിൽ കാഴ്ച ലഭിച്ചവൻ ശക്തമായി സാക്ഷ്യം നൽകിയപ്പോൾ ഫരീസേർ അവനെ പുറത്താക്കി. എന്നാൽ അവൻ്റെ കാഴ്ചയുള്ള കണ്ണുകൾ തുടർന്നും സാക്ഷ്യം നൽകി. ഈ വേളയിൽ നമുക്കും പ്രാർത്ഥിക്കാം. ജീവിത പ്രശ്നങ്ങൾ ഇരുട്ടായി മാറുമ്പോൾ വിശ്വാസത്തിൻ്റെ വെളിച്ചം നൽകണമേ. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ പ്രകടമാകുമ്പോൾ ദൈവിക പദ്ധതികളോട് സഹകരിക്കുവാനുള്ള മനസ്സും ഹൃദയവും നൽകണമേ.